الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة صدق الله العلي العظيم. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്തു. വലിയ ആശയം ചെറിയ ചെറിയ ആയത്തുകളിലൂടെ, ഖുർആന്റെ ശൈലി അതാണല്ലോ, ഈ അധ്യായത്തിൽ സമർപ്പിക്കുകയാണ് അല്ലാഹ്. സത്യം ചെയ്യേണ്ടതുണ്ടോ ഞാൻ എന്ന് ഉണർത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ഇല്ല, വേണോ? വേണ്ടല്ലോ, ആവശ്യമില്ലല്ലോ. എന്നാലും ഞാൻ സത്യം ചെയ്യുകയാണ്. ഈ പട്ടണത്തെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. ഈ പട്ടണം എല്ലാവർക്കും അഭയം നൽകുന്ന പട്ടണമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്ക് മുഴുവൻ, പച്ചമരങ്ങൾക്ക് പോലും, മുളച്ചു പൊന്തുന്ന പുല്ല് പുഷ്പാദികൾക്ക് പോലും ഈ പട്ടണത്തിൽ അഭയമുണ്ട്. പക്ഷേ വാന്ത ഹില്ലം ബിഹാദൽ ബലദ്, ഈ പട്ടണത്തിൽ താങ്കൾക്ക് അഭയമില്ലാതെ പോയിരിക്കുന്നു. താങ്കളല്ലാത്ത മറ്റുള്ളവർക്കൊക്കെ ഇവിടെ അഭയമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, നിലനിൽക്കാനും വളരാനും സ്വാതന്ത്ര്യമുണ്ട്, ഇഴയാനും പറക്കാനും സ്വാതന്ത്ര്യമുണ്ട്, പറയാനും കേൾക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വാന്ത ഹില്ലം ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ താങ്കൾ ഹില്ലാണ്. താങ്കൾ മാത്രമാണ് വിലയില്ലാത്തത്.
താങ്കൾക്ക് മാത്രമാണ് ഇവിടെ അഭയമില്ലാത്തത്. എനിക്കതറിയാം. താങ്കൾ ഇവിടെ ഹില്ലാണെന്ന് എനിക്കറിയാം. സത്യം ചെയ്യട്ടെ, ഇനിയും ഞാൻ വാലിദിൻ വമാ വലദ്, മാതാപിതാക്കളാണ്, സന്താനങ്ങളാണ് സത്യം. ആദ്യത്തെ മാതാപിതാക്കളും പിന്നീട് അവരിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള സന്തതികളും, മാതാപിതാക്കളായിക്കൊണ്ട് മക്കളായിക്കൊണ്ട് അവരെയും പിടിച്ച് ഞാൻ സത്യം ചെയ്യുകയാണ്. ഓ വാലിദിൻ വമാ വലദ്, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ സത്യം ചെയ്യുന്നത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, കഠിനമായ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് വേണം ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നേറാൻ എന്നത് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മനുഷ്യനിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. എവിടെയാണോ താങ്കൾക്ക് എത്തേണ്ടത് അങ്ങോട്ട് എത്തണമെങ്കിൽ താങ്കൾ കഠിനമായി അധ്വാനിക്കണം. അങ്ങനെ പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് സഹിച്ചുകൊണ്ട് കഠിനമായി അധ്വാനിച്ച് ഉന്നതിയിലേക്ക് എത്താവുന്ന ഒരു പ്രത്യേക പ്രകൃതിയിലാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ താങ്കളുമുണ്ട്. വല്ലാത്ത ഒരു ചോദ്യമാണ്, വല്ലാത്ത ഒരു ഓർമ്മപ്പെടുത്തലാണ്. അയഹ്സബു അല്ലം യഖ്ദിറ അലൈഹി അഹദ്, അയഹ്സബു അല്ലം യഖ്ദിറ അലൈഹി അഹദ്. അങ്ങനെ ഈ ഭൂമിയിൽ വന്ന മനുഷ്യന് തോന്നിയിട്ടുണ്ടോ അവനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന്? അവനെ പിടിച്ചു നിർത്താനോ അവനെ തടുക്കാനോ അവനെ നിയന്ത്രിക്കുവാനോ ആർക്കും കഴിയുകയില്ല എന്നാണോ അവന് തോന്നിയിട്ടുള്ളത്? ആ തോന്നൽ ശരിയല്ല. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ, അവനിങ്ങനെ വീമ്പളക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ സുരക്ഷിതത്വത്തിന്, എന്റെ നാടിന്റെ സംരക്ഷണത്തിന്, എന്റെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന്, അതേ ഞങ്ങളുടെ രക്ഷയ്ക്ക് ഞാനൊരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ധാരാളം സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. എന്റെ നിലനിൽപ്പിനാവശ്യമായ എല്ലാം ഞാനിവിടെ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം സമ്പത്ത് ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. വളരെ ലളിതമായി വീണ്ടും പഠിച്ചവൻ ചോദിക്കുന്നു, അയഹ്സബു അല്ലം യറഹു അഹദ്, ഇവനെ ആരും കണ്ടിട്ടില്ല എന്നാണോ ഈ മനുഷ്യൻ കരുതുന്നത്? അവനെ കാണാൻ ഇവിടെ ആരുമില്ല എന്ന് കരുതുന്നുവോ? അവന്റെ ചെയ്തികൾ ആരും കണ്ടിട്ടില്ല എന്നവൻ കരുതിയിട്ടുണ്ടോ? പിന്നെയും അതേ ചോദ്യം, അവനെ ഒന്നും ചെയ്യാൻ ആരുമില്ല എന്ന് കരുതിയോ? അവനെ ആരും കണ്ടിട്ടില്ല എന്ന് കരുതിയോ? അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ അവന് നാം നൽകിയതല്ലേ? വലിസാനം വശഫത്തൈൻ, സംസാരിക്കുവാനുള്ള നാവും ചുണ്ടും നാം നൽകിയതല്ലേ? വഹദൈനാഹു നജ്ദൈൻ, വളരെ വ്യക്തമായ ഉയർന്നു നിൽക്കുന്ന രണ്ട് വഴികൾ അവന് നാം കാണിച്ചു കൊടുത്തിട്ടില്ലേ? ഫലഖ്തഹമൽ അഖബ, ഉന്നതിയിലാണ് അവൻ എത്തിച്ചേരേണ്ടത് എങ്കിൽ എന്തുകൊണ്ട് ആ ഗിരിമാർഗം തരണം ചെയ്ത് അവൻ ഉന്നതിയിലേക്ക് പോയില്ലല്ലോ? ഫലഖ്തഹമൽ അഖബ, ആ അഖബ അവൻ കടന്നില്ല. ആ ഗിരിമാർഗം, മലയുടെ മുകളിലേക്കുള്ള മാർഗം, അതവൻ ചവിട്ടിത്താണ്ടി കടന്നുപോയില്ല. ഒമാ അദ്റാക മൽ അഖബ, എന്താണ് ആ ഗിരിമാർഗമെന്നറിയാവോ? അതിൽ ചിലത് ഞാൻ വിവരിച്ചു തരാം.
സുപ്രധാനമായ ചിലത് ഞാൻ വിവരിച്ചു തരാം. ഫക്കു റഖബ, അടിമത്വത്തിൽ നിന്നുള്ള വിമോചനമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അടിമയാണല്ലോ, മനുഷ്യരൊക്കെ അടിമകളാണല്ലോ, മനുഷ്യരുടെ കീഴിലുള്ളതൊക്കെ അടിമകളാണല്ലോ, എല്ലാത്തിനെയും അടിമകളാക്കുവാനുള്ള ആഗ്രഹമാണല്ലോ മനുഷ്യന്. എന്തെങ്കിലും ഒരു കഴിവൊരാൾക്കുണ്ടെങ്കിൽ ആ കഴിവിന്റെ ഉള്ളിലേക്ക് ആളുകളെ അടിമകളാക്കി കൊണ്ടുവരാനുള്ള മനസ്സ്, ആളുകളെ മാത്രമല്ല ജീവജാലങ്ങളെയും സൃഷ്ടിജാലങ്ങളെയുമൊക്കെ, പലതിനെയും അവന്റേതാക്കി മാറ്റിക്കൊണ്ട് അടിമകളാക്കി തീർക്കുന്ന സ്വഭാവം. ആ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റം, അതാണ് ഗിരിമാർഗം തരണം ചെയ്യുന്നതിലെ സുപ്രധാനമായ ഒന്ന്. ഇനിയുമുണ്ട് അതിനപ്പുറം. ഔ ഇത്റാമും ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖ്റബ, പട്ടിണിയുടെ അറുവറുതിയുടെ നാളുകളിൽ അടുത്തുള്ള അനാഥകൾക്ക് അന്നം നൽകുക. അടുത്തവരായ ബന്ധുക്കളായ കുടുംബക്കാരായ അയലോക്കക്കാരായ അനാഥകൾക്ക് അന്നം നൽകുക. എപ്പോൾ? അതികഠിനമായ പട്ടിണി, അറുതി, അങ്ങേയറ്റത്തെ വരൾച്ച അല്ലെങ്കിൽ ക്ഷാമം. ആ സന്ദർഭങ്ങളിൽ അനാഥകളെ, അടുത്ത അനാഥികളെ, അയൽവീടുകളിലെ അനാഥകളെ, കുടുംബങ്ങളിലെ അനാഥകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് അന്നം നൽകുക. യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്രബ, അല്ലെങ്കിൽ വിശപ്പിന്റെ കാഠിന്യത്താൽ മണ്ണിലെ കൊട്ടിപ്പോയ പാവങ്ങളായ സാധുക്കളെ, അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് അന്നം നൽകുക. സമ്മക്കാന മിനല്ലദീന ആമനു, അതും പോരാ, അത്തരം ഏറ്റവും നല്ല ഗുണങ്ങൾ ആർജിച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് വന്നു ചേരുക. സമ്മക്കാന മിനല്ലദീന ആമനു, മോമിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നു ചേരുവാൻ ആദ്യമായി ആർജിക്കേണ്ട സൽഗുണങ്ങളാണ് അതിന്റെ മുമ്പ് വിവരിച്ചത്. ആ സൽഗുണങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ മോമിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നു വരരുത്. സുമ്മഖാന മിനല്ലദീന ആമനു, എന്തിനാണ് അള്ളാഹു അവിടെ സുമ്മ പറഞ്ഞത്? പിന്നെ അത് ഈ നല്ല ഗുണങ്ങൾ, ഒരു നല്ല മനുഷ്യന്റെ മിനിമം യോഗ്യതകൾ, ഒരു നല്ല മനുഷ്യനിൽ ഉണ്ടായിക്കാണേണ്ട നല്ല ഗുണങ്ങൾ, ആ ഗുണങ്ങൾ ആർജിച്ചുകൊണ്ട് വേണം ഈ മോമിനീകളിലേക്ക് കടന്നു വരാൻ. സുമ്മഖാന മിനല്ലദീന ആമനു, മോമിനീകളിലേക്ക് കടന്നു വന്നുകൊണ്ട് പിന്നീട് നിങ്ങളിൽ ഉണ്ടാകേണ്ട ഗുണം തവാസൗ ബിസ്സബർ വതവാസൗ ബിസ്സബർ, പരസ്പരം സഹിക്കാനും ക്ഷമിക്കുവാനും ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രയാസമേറിയ മാർഗത്തിലൂടെ മലമുകളിലേക്ക്, മലമാർഗങ്ങളിലൂടെ, ഗിരിമാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലതും സഹിക്കേണ്ടി വരും, പലതും ത്യജിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോമിനുകളിൽ വന്നു ചേർന്നുകൊണ്ട് എല്ലാവരും കൂടെ ഉന്നതിയിലേക്ക് കടന്നു പോകുമ്പോൾ പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും ഉപദേശിക്കും. മാത്രമല്ല, ആ പ്രയാസമേറിയ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അത്യുന്നതമായ ഒരു പദവിയിലേക്കാണ് കയറിപ്പോകുന്നതെങ്കിലും എല്ലാവരും ക്ഷീണിതരായിരിക്കും, എല്ലാവരും പ്രയാസപ്പെടുന്നവരായിരിക്കും. വതവാസൗ ബിൽ മർഹമ, അപ്പോൾ കാരുണ്യവും സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക, കരുണ കാണിക്കാൻ ഉപദേശിക്കുക. നടക്കാൻ പ്രയാസമുള്ളവനെ, അതേപോലെ പോകാൻ വിഷമിക്കുന്നവനെ, അതേപോലെ പല ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാൻ
വിഭവങ്ങളില്ലാത്തവരെ കരുണയോടുകൂടി കാണാനുള്ള ഉപദേശം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുക. വതവാസൗ ബിൽ മർഹമ. എന്നിട്ട് ഒരു നല്ല സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുകയാണ്. ഉലൈക അസ്ഹാബുൽ മൈമന. അവരാണ് വലതുപക്ഷക്കാർ. ഉലൈക അസ്ഹാബുൽ മൈമന. അവരാണ് ഈ മാർഗത്തിലെ വലതുപക്ഷം. അതിനെ ഇപ്പോൾ നേരെ മറിച്ച് വിപരീതമായി വേറൊരു കൂട്ടരുണ്ട്. വല്ലദീന കഫറൂ ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ. നമ്മുടെ ഈ ദൃഷ്ടാന്തങ്ങളെയൊക്കെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾ അവരാണ് ഇടതുപക്ഷം. നമുക്ക് പരിചയമുള്ള വലതുപക്ഷം ഇടതുപക്ഷമല്ല ഞാനീ പറഞ്ഞത്. പഠിച്ചവൻ രണ്ട് പക്ഷത്തെ വെച്ചിട്ടുണ്ട്. രണ്ടല്ല, മൂന്ന് പക്ഷം. അതിൽ ഇടതുപക്ഷം ഇവരാണ്. ആ ഇടതുപക്ഷത്തിന്റെ അവസ്ഥയും അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അലൈഹിം നാറും മൂസദ. ഈ ഇടതുപക്ഷം അടച്ചുപൂട്ടപ്പെട്ട തീച്ചൂളകളിലാണ്. തീയിന്റെ കുണ്ടാരം, വലിയ ഒരു തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരം അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ തീച്ചൂളകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അകത്ത് കരിയുന്നു, മുകൾ ഭാഗം മൂടപ്പെട്ടിരിക്കുന്നു. ഒരു പുക പോലും പുറത്തു വരാതെ, തീയിന്റെ നാളം പോലും പുറത്തു വരാതെ അകത്ത് കിടന്ന് കരിയുകയാണ്. അങ്ങനെയാണല്ലോ കരിയുടെ നിർമ്മാണം. മരങ്ങൾ തൊട്ട് കരിയുണ്ടാക്കുന്ന രീതി അതാണല്ലോ. അടച്ചുപൂട്ടപ്പെട്ട തീയിന്റെ കൂട് ഒരു വല്ലാത്ത ഭയപ്പെടുത്തലാണ് അവിടെ നിർത്തിയത്. ധാരാളം ആശയങ്ങൾ ഇതിൻ്റെ ഈ നേർക്ക് നേരെയുള്ള പരിഭാഷകളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. വളരെ കുറച്ച് സമയമുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ഖസമിന്റെ മുമ്പ്, സത്യത്തിന്റെ മുമ്പ് സാധാരണ പറയാനുള്ളത് സായിദയാണ്. പറഞ്ഞാൽ അത് അർത്ഥമൊന്നും പറയില്ല. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷേ ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ആവാം. പക്ഷെ അതിനേക്കാളേറെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഇല്ല. അതൊരക്ഷരമായി ഒരു വലിയ താക്കീതായി അതിന്റെ മുമ്പിൽ വരികയാണ്. അരുത്. ഒരു വലിയ നിരോധാജ്ഞ. ഇല്ല, വേണ്ട കേട്ടോ, ചെയ്യരുത് കേട്ടോ, കരുതരുത് കേട്ടോ, വിചാരിക്കരുത്, നിനക്ക് തോന്നരുത്. ഇല്ല, ഒരു വല്ലാത്ത താക്കീതോടുകൂടി ആ സംഭാഷണം തുടങ്ങുകയാണ്. ഞാനിതാ സത്യം ചെയ്യുന്നു, ബിഹാദൽ ബലദ്, ഈ പട്ടണം പിടിച്ച് സത്യം ചെയ്യുന്നു. ഏത് പട്ടണം? കഴിഞ്ഞ ഖുത്ബകളിൽ നാം കേട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഭയകേന്ദ്രമായി സ്ഥാപിച്ച പട്ടണം, മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ബക്ക എന്ന് ഖുർആൻ തന്നെ പറഞ്ഞ ആ മഹാപട്ടണം. ജനനിബിഡമായ പട്ടണമെന്നല്ല, മഹത്വമുള്ള പട്ടണം. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും കഠിനാധ്വാനം അതിന്റെ പിന്നിലുണ്ട്. പടച്ചതമ്പുരാൻ നൽകിയ ഗിരിമാർഗത്തിലൂടെ കടന്നു ചെന്നുകൊണ്ട് ആ പാറക്കെട്ടുകളും അതേപോലെ തന്നെ മണൽ കൂമ്പകളുമുള്ള ആ മേഖലയിൽ വന്ന് കഠിനാധ്വാനത്തോടുകൂടി ഒരു ഭവനം നിർമ്മിച്ച് ഒരു പട്ടണം ഉണ്ടാക്കി, ഒരു പട്ടണത്തിന് രൂപം നൽകി. ആ പട്ടണം ജനനിബിഡമായിരുന്നു എന്നതല്ല, ആ പട്ടണം അഭയകേന്ദ്രമായിരുന്നു. ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ
മനുഷ്യർക്ക് നിർഭയമായി വന്നു പോകാൻ പറ്റുന്ന ഒരു അഭയകേന്ദ്രമായിരുന്നു. ആരെയും പേടിക്കാതെ വന്നു പോകാനുള്ള ദീർഘമായ 3 മാസവും ആദരണീയമാക്കി വെച്ചു. എല്ലാവരും അവിടെ സുരക്ഷിതരാണ്. 330 ദൈവങ്ങളെ പൂജിക്കുന്നവർക്ക് അവിടെ സുരക്ഷിതത്വമുണ്ട്. അതേപോലെ എഴിഞ്ഞു നടക്കുവാൻ പാമ്പിനും ഇഴജന്തുക്കൾക്കും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വമുണ്ട്. പറന്നു നടക്കുന്ന പറവകൾക്ക്, അരിച്ചു പോകുന്ന ഉറുമ്പുകൾക്ക് പോലും അവിടെ സുരക്ഷിതത്വം. ഇനി അവിടെ ഒരു വന്യമൃഗം വന്നു വിട്ടാൽ അതിനും സുരക്ഷിതത്വം. മാൻപിടകൾക്ക് ഓടിപ്പോകാം, മുയലുകൾക്ക് ഓടിപ്പോകാം. അതേപോലെ സിംഹത്തിനും കടുവക്കുമൊക്കെ അവിടെ വന്ന് യഥേഷ്ടം ഓടി ആരും ഒന്നും ചെയ്യാതെ പോകാം. പക്ഷേ അവിടെ അഭയമില്ലാത്ത ഒരാൾ, സൃഷ്ടിജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും അവരുടെ വിശ്വാസം എന്തു തന്നെയായാലും ലാത്തയും മുൽസയും മനാത്തയും ഹുദ്ദും യഹൂസുമൊക്കെ അവരുടെ ദൈവങ്ങളാണെങ്കിലും മിന്നിത്തിളങ്ങുന്ന വെള്ളാരങ്കലിന്റെ മുമ്പിൽ പോലും സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കും അവിടെ അഭയം. അതാ ഒരാൾ, അഭയമില്ലാത്ത ഒരാൾ. ഈ ഹറമിൽ ഹില്ലായി ഒരാൾ മാത്രം ഈ ആദരണീയ പട്ടണത്തിൽ ആദരവ് ലഭിച്ചിട്ടില്ലാത്ത ഒരാൾ മാത്രം. അതാരാണെന്നോ? ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാന്ത ഹില്ലും ബിഹാദൽ ബലദ്. താങ്കൾക്ക് മാത്രമാണ് ഇവിടെ അഭയമില്ലാത്തത്. താങ്കളുടെ നാഥനതറിയാം, താങ്കളുടെ രക്ഷിതാവിനതറിയാം, താങ്കളുടെ സ്രഷ്ടാവിനതറിയാം. അറിയാത്തത് കൊണ്ടല്ല താങ്കൾ ഇവിടെ അഭയം ലഭിക്കാതെ പോയത്. അവസരം നൽകിയതാണ്. ഈ നാട് അഭയകേന്ദ്രമാണ്. ഈ നാട്ടിൽ എല്ലാറ്റിനും അഭയമാണ്. അഭയമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് താങ്കൾ മാത്രമാണ്. വാന്ത ഹില്ലും ബിഹാദൽ ബലദ്. എവിടെ എന്റെയും നിങ്ങളുടെയും മനസ്സിനെ പടച്ച തമ്പുരാൻ കൊണ്ടുവന്ന് നിർത്തിയത്? അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്ഥാപിച്ച മഹാപട്ടണത്തിൽ, മഹത്വമേറിയ പട്ടണത്തിൽ അഭയമില്ലാത്തവനായി മാറിയിരിക്കുന്നു. വാന്ത ഹില്ലം ബിഹാദൽ ബലദ്. ഇവിടെ വെച്ച് നമ്മൾ ആലോചിക്കുക. 750-800 കോടി ജനങ്ങൾ ജീവിക്കുന്ന പടച്ച തമ്പുരാന്റെ ഭൂമി എന്ന് പറയുന്ന ബലദ്, ഈ ഭൂമിയാകുന്ന ഭൂഗോളമാകുന്ന രാജ്യം, ആ രാജ്യത്തെ പിടിച്ച് പടച്ചവൻ സത്യം ചെയ്യുന്നു. ലാ ഉഖ്സിമു, അരുത് കേട്ടോ, ഞാൻ സത്യം ചെയ്യുകയാണ്. ഈ ഭൂമിയാകുന്ന പട്ടണത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുകയാണ്. വാന്ത ഹില്ലം ബിഹാദൽ ബലദ്. ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഈ ഭൂമിയിൽ അഭയമില്ല. ആ പ്രവാചകന്റെ അനുയായികൾ യഥാർത്ഥ അനുയായികൾ. ആ പ്രവാചകൻ കടന്നുപോയ ഗിരിമാർഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ആ ഗിരിമാർഗങ്ങളിലൂടെ കടന്നുപോയി ഈ ഭൂമിയുടെ ഉച്ചിയിൽ അത്യുന്നതമായ സ്ഥാനത്തെത്തിച്ചേരുവാൻ കഠിനാധ്വാനം ചെയ്യുന്ന ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഈ ഭൂമിയിൽ അഭയമില്ല. വാന്ത ഹില്ലും ബിഹാദൽ ബലദ്. താങ്കൾ ഇവിടെ അഭയമില്ലാത്തവനാണ്. താങ്കളുടെ അനുയായികൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം, നൂറ്റാണ്ടുകളിലൂടെ അഭയമില്ലാതെ കടന്നു പോന്നല്ലോ. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ ഭൂലോകത്ത് അഭയമില്ലാത്തൊരു വിഭാഗം ആരുണ്ട് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ആ ഗിരിമാർഗത്തിലൂടെ അത്യുന്നതിയിലേക്ക് കടന്നു പോകുന്നവർക്ക് അഭയമില്ല. അവരുടെ മുമ്പിൽ അഭയമില്ലാത്ത ആ പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ, ഞങ്ങളുടെ രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി
പല പല മാർഗങ്ങളിലൂടെ ഒരുപാട് സമ്പത്ത് ഞങ്ങളിതാ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സുരക്ഷിതത്വം, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഏൽക്കാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷിതത്വം, അതിനുവേണ്ടി അഖിലത്വമാലുപത ധാരാളം സമ്പത്ത് ഇതാ ഞങ്ങൾ വാരിക്കോരി ചിലവഴിക്കുന്നു. അള്ളാഹുവിന്റെ ഭൂമിയിലെ വിഭവങ്ങളിൽ പകുതിയിലേറെ ചിലവഴിക്കുന്നത് മനുഷ്യനെ സംഹരിക്കുവാനുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നതിനാണ്, നിർമ്മിക്കുന്നതിനാണ്, ശേഖരിക്കുന്നതിനാണ്. പട്ടിണിയിൽ നഷ്ടം ചെയ്യുന്ന മനുഷ്യരുടെ പട്ടിണി മാറ്റാനല്ല, രോഗം വന്ന് കഷ്ടപ്പെടുന്നവരുടെ രോഗം മാറ്റാനല്ല, അഗതികളും അനാഥകളുമായി കഴിഞ്ഞുകൂടുന്ന കോടാനുകോടി മനുഷ്യരുടെ മോചനത്തിനു വേണ്ടിയല്ല. അഖിലത്തുമാലുപത ധാരാളം സമ്പത്ത് ഞങ്ങൾ ചെലവഴിക്കുന്നു ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന്. എന്തിനാ സമ്പത്ത് ചെലവാക്കുന്നത്? ആയുധങ്ങൾ ഉണ്ടാക്കാൻ. തിന്നാൻ പറ്റുമോ അത്? കുടിക്കാൻ പറ്റുമോ അത്? ദാഹം മാറ്റുമോ അത്? വിശപ്പ് മാറ്റുമോ അത്? മാറ്റും അത് ദാഹം. ക്രൂരനായ മനുഷ്യന്റെ ക്രൂരമായ പ്രവർത്തനങ്ങളിലൂടെ പൊട്ടിത്തെറിച്ച് മരിച്ചു വീഴുന്ന മനുഷ്യന്റെ ചോര കുടിച്ചുകൊണ്ട്, ആയിരം നിരപരാധികളുടെ രക്തം കുടിച്ചുകൊണ്ട്, ചോര കുടിച്ചുകൊണ്ട് ദാഹം തീർക്കാൻ കഴിയും. യഖൂലു അഖിലത്തുമാലുപത ചോദിക്കുന്നു അവിടെ വീണ്ടും അല്ലാഹു, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവനെ കൈകാര്യം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്നവൻ കരുതുന്നുണ്ടോ? അഭയമില്ലാത്ത പ്രവാചകനെ പടച്ചതമ്പുരാൻ അപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അഭയമില്ലാത്ത ആ പ്രവാചകന്റെ കാൽപ്പാടുകൾ പിൻപറ്റി ഗിരിമാർഗങ്ങളിലൂടെ കടന്നു പോകുന്ന ആ പ്രവാചകന്റെ അനുയായികളെ സാന്ത്വനപ്പെടുത്തുകയാണ്. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. പിന്നെയും പറയുന്നു അയഹ്സബു അല്ലം യറഹു അഹദ്. ഇതൊന്നും ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല എന്നാണോ കരുതുന്നത്? അപരാധം ചെയ്തിട്ടില്ലാത്ത ആയിരം മനുഷ്യരെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ, കോടിക്കണക്കിന് മനുഷ്യരെ ചുട്ടരിച്ചത് അയഹ്സബു അല്ലം യറഹു അഹദ്. ഇതാരും കണ്ടിട്ടില്ല എന്ന് കരുതുകയാണോ? എന്തൊരു ചോദ്യം! കണ്ടിരിക്കുന്നു. അതിനെയൊക്കെ തടുത്തു നിർത്തുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു. മുഹമ്മദേ, നിന്റെ രക്ഷിതാവിനതറിയാം. അഭയം നഷ്ടപ്പെട്ട മുഹമ്മദേ, നിനക്ക് അഭയം നൽകാൻ അറിയാം. അഭയം നൽകാൻ അവന് കഴിവുണ്ട്. പക്ഷേ കത്തിരിക്കും. വീണ്ടും അല്ലാഹു ചോദിച്ചത് അത് തന്നെ. കാണാനുള്ള കണ്ണ് കൊടുത്തില്ലേ മനുഷ്യന്? അതേപോലെ തന്നെ നാവും ചുണ്ടും, അറിയാനും അറിഞ്ഞത് പറയാനും, അന്വേഷിച്ചറിയാനും അറിഞ്ഞത് പറയാനും നാവും ചുണ്ടും നൽകിയില്ലേ? ഓ, നിങ്ങൾക്ക് വേണ്ടത് മാറ്റമാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത് ഔന്നിത്യമാണെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ പോകൂ നിങ്ങൾ മുമ്പോട്ട്. നിങ്ങൾക്ക് പോകാനുള്ള മാർഗം ഗിരിമാർഗമാണ്. ഗിരിമാർഗത്തിലൂടെ മാത്രമേ ആ പർവ്വതത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയൂ. പോകാൻ കപത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ, കഠിനാധ്വാനം ചെയ്യേണ്ടവരാണല്ലോ നിങ്ങൾ. അതിന് സന്നദ്ധമല്ലെങ്കിൽ നിങ്ങൾക്കവിടെ കിടക്കാം. ആ ഗിരിമാർഗത്തിൽ നിങ്ങൾക്ക് കിടക്കാം. കിടന്നാൽ നിങ്ങൾ ഉരുളും. ഒരു പ്രയാസവും അനുഭവിക്കാതെ നിങ്ങൾക്ക് താഴെ വരാം. അതാണ് രണ്ടാമത്തെ മാർഗം. പരിശ്രമിക്കേണ്ടതില്ല, അധ്വാനിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഉരുണ്ടുരുണ്ട് താഴെ വരാം. പക്ഷേ നിങ്ങൾ വരുന്ന താഴെ, അവിടെ നിങ്ങളെ കാത്തു നിൽക്കുന്നത് അടച്ചുമൂടപ്പെട്ട ഒരു വലിയ തീക്കുണ്ടാരമാണ്, പരാജയമാണ്. വിജയം വേണോ? അധ്വാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അധ്വാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ
ആവശ്യമില്ലാതെ ധനം ചെലവഴിക്കുന്ന നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഒന്ന് നോക്കൂ, എന്താണ് അവിടെ നിങ്ങൾ കാണുന്നത്? ഉമ്മയില്ല, മാപ്പയില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, അനാഥനായി കഴിഞ്ഞുകൂടുന്ന ഒരു കുട്ടി. ആ കുട്ടിയുടെ പ്രയാസങ്ങൾ നീ കണ്ടോ? നിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി കോടാനുകോടികൾ ചെലവഴിച്ച നീ കണ്ടോ? ഏഷ്യൻ ആഫ്രിക്കൻ നാടുകളിൽ പട്ടിണി പാവങ്ങളായി മനുഷ്യക്കോലങ്ങളായി ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യക്കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടോ? ആ ഗിരിമാർഗത്തിൽ അത് നിങ്ങൾക്ക് കാണാം. ആ ഗിരിമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അടിച്ചമർത്തിയ നാടുകളിൽ സ്വാതന്ത്ര്യമില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് മാത്രം സ്വാതന്ത്ര്യം, നിങ്ങൾക്കിഷ്ടമില്ലാത്തവർക്ക് അടിമത്വം. അവരെ മോചിപ്പിക്കുക എന്ന ഒരു പണിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? ആരുമോരമില്ലാത്ത പട്ടിണി പാവങ്ങളായ അനാഥ കുട്ടികളെ നിങ്ങൾ ഓർത്തോ? അതേപോലെ നിങ്ങൾ എറിഞ്ഞുകൊടുക്കുന്ന ഭക്ഷണപ്പൊതി പോയി പെറുക്കിയെടുക്കാൻ കഴിയാതെ നിരങ്ങിപ്പോകുമ്പോൾ കഴുകൻ റാഞ്ചിക്കൊണ്ടുപോകുന്ന കഥ നിങ്ങൾ കണ്ടോ? ആഫ്രിക്കൻ ഏഷ്യൻ മേഖലകളിലെ പട്ടിണി പാവങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, സംഹാരത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്തിന്റെ 1% നിങ്ങൾ മാറ്റിവെച്ചോ? ഇല്ലല്ലോ. ഫഖറക്കബ ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്റബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ഈ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരണം നിങ്ങൾ എവിടെ? മോമിനുകളുടെ കൂട്ടത്തിലേക്ക്. ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അപ്പുറത്ത് നിങ്ങളുടെ മോമിനുകൾ. ആ ഗിരിമാർഗം തരണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഈ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ വരണം. എന്നിട്ട് നമുക്ക് സഹിക്കണം, അതേപോലെ നമുക്ക് കാരുണ്യം കാണിക്കണം. പരസ്പരം സഹനം, പരസ്പരം കരുണ. ഇത് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറണം. നിങ്ങൾക്ക് വലതുപക്ഷക്കാരാകാം. അതില്ലെങ്കിലോ നിങ്ങൾ ഉതിർന്ന് വന്നു വീണ് അധ്വാനിക്കാതെ പരിശ്രമിക്കാതെ ഉന്നതിയിലേക്ക് എത്താതെ സുഖലോലുപരായി കഴിഞ്ഞുകൂടി നിങ്ങൾ ഉരുണ്ടുവന്ന് വീണത് ഭയാനകമായ അഗ്നികുണ്ഡത്തിലേക്കായിരിക്കും, പരാജയത്തിലേക്കായിരിക്കും. വല്ലദീന കഫറൂ ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ അലൈഹിം നാറും മുസ്സദ. രണ്ട് തെളിഞ്ഞ മാർഗങ്ങൾ, അത് മനസ്സിലാക്കി ആ മാർഗങ്ങൾ ഏറ്റവും പ്രയാസകരമെങ്കിലും ഉന്നതിയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം തിരഞ്ഞെടുക്കുവാൻ അവസരം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹില്ലായി കഴിഞ്ഞുകൂടിയ ആ മേഖലയിലെ ഏകനായ മനുഷ്യൻ, ഹറമിൽ നിന്ന് ഹില്ല്, ആദരണീയതയില്ലാതെ, ബഹുമാനമില്ലാതെ, സംരക്ഷണമില്ലാതെ, സുരക്ഷിത്വമില്ലാതെ കഴിഞ്ഞുകൂടിയ മുഹമ്മദ് നബി, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് പലായനം ചെയ്ത് അതിന്റെ 8ാമത്തെ വർഷം ആ ആദരണീയ മന്ദിരത്തിലേക്കും ആദരണീയ പട്ടണത്തിലേക്കും വിജയശ്രീലാളിതനായി കടന്നു വന്ന ആ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം അതുകൂടി ഈ അധ്യായത്തിൽ പഠിച്ചവൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാണ് താങ്കൾ ഇവിടെ, അഭയമില്ലാത്തവനാണ്. പക്ഷേ താങ്കൾക്ക് അഭയം നൽകും. താങ്കൾ ഇവിടെ വരും. താങ്കൾക്ക് അഭയം നൽകിയിട്ടില്ലാത്ത ആളുകൾ അഭയത്തിനു വേണ്ടി താങ്കളുടെ മുമ്പിൽ വന്ന് കൈനീട്ടും. അപ്പോൾ താങ്കൾ അവർക്ക് അഭയം പ്രഖ്യാപിക്കും. ഇദ്ഹബൂ വഅൻതും തുലഖാ. നിങ്ങളിപ്പോൾ അടിമകളല്ല, അടിമത്വത്തിന്റെ വിമോചനത്തിന് വേണ്ടി വന്നവനാണ് ഞാൻ. എന്റെ മുമ്പിൽ പേടിച്ച് വിറച്ച് അടിമകളെപ്പോലെ നിൽക്കുന്ന നിങ്ങൾ അടിമകളല്ല. ഇദ്ഹബൂ വഅൻതും തുലഖാ. പൊയ്ക്കോളൂ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക്.
നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പൊയ്ക്കോളൂ. നിങ്ങൾ ചെയ്തതുപോലെ തിരിച്ചു ചെയ്യുന്നവനല്ല ഞാൻ ഗിരിമാർഗം സഞ്ചരിച്ചവനാണ്. അടിമത്തത്തിന്റെ വിമോചനമാണ് എന്റെ ലക്ഷ്യം. അതേ, പട്ടിണി പാവങ്ങളുടെ വിമോചനമാണ്. അന്നദാനം നൽകലാണ് എന്റെ മാർഗം. അനാഥകൾ ഏറ്റെടുക്കലാണ് എന്റെ മാർഗം. ദാരിദ്ര്യത്തിന്റെ കാഠിന്യത്താൽ മണ്ണോട് ചേർന്ന് കിടക്കുന്ന, നടക്കാൻ കഴിയാത്ത പട്ടിണി പാവങ്ങളെ വാരിയെടുക്കലാണ് എന്റെ മാർഗം. പോകൂ നിങ്ങൾ. ഇത് പറയാൻ ഒരു കാലം താങ്കൾക്കുണ്ട്. ഇപ്പോൾ താങ്കൾ അന്തഹില്ലം ബിഹാദൽ ബലദ്, അഭയമില്ലാത്തവനാണ്. അങ്ങക്ക് അല്ലാഹു അഭയം നൽകും. ഇത് പ്രവാചകന് മാത്രമുള്ള ഒരു സന്തോഷ വാർത്തയല്ല. ആ പ്രവാചകന്റെ മാർഗം സ്വീകരിച്ചവർക്കൊക്കെ അഭയമില്ലാതെ കഴിഞ്ഞുകൂടുന്ന കാലഘട്ടത്തിലെ പടച്ചതമ്പുരാന്റെ അഭയത്തെക്കുറിച്ച ഒരു സന്തോഷ വാർത്തയാണ്. പടച്ചതമ്പുരാൻ നമുക്ക് അഭയം നൽകുമാറാകട്ടെ. ആഖിറു ദുആ.